ഈ പെൺകുട്ടികളും ആൺകുട്ടികളും എന്തെങ്കിലും ഒരു ട്രാപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അവർ റിക്കവർ ചെയ്യുന്നത്? റിക്കവർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. ഈ ട്രാപ്പിൽ പെടുന്നത് നമ്മൾ പോലും അറിയാണ്ടായിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെറിയ രീതിയിലായിരിക്കും നമ്മുടെ ലൈഫിൽ കടന്നു വരിക. ഇത് റിക്കവർ ആവണമെങ്കിൽ മുന്നോട്ട് ലൈഫ് ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് തിങ്, ഗെറ്റ് സം വൺ ടു കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരാളെ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ വേഗം ഫൈൻഡ് ചെയ്യുക. നമ്മളിങ്ങനെ ട്രാപ്പിലെത്തുന്ന സമയത്ത് ഇതാരെയും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആലോചിക്കുക സൂയിസൈഡ്. ലൈഫ് എന്ന് പറയുന്നത് കളയാനുള്ളതല്ല. വി ഹാവ് ലോട്ട് മോർ ടു എക്സ്പ്ലോർ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്ററിന് ദൈവത്തിന് അറിയാം നിങ്ങളുടെ ലൈഫ് എപ്പോൾ എടുക്കണം എന്നുള്ളത്. അത് നമ്മൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. വി ഹാവ് മോർ പർപ്പസ്, വി ഹാവ് മോർ തിങ്സ് ടു ഡു ഇൻ ദിസ് ലൈഫ്. അതിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഗെറ്റ് സം വൺ ടു കമ്മ്യൂണിക്കേറ്റ്. ഒന്നെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ആകാം, ബെസ്റ്റ് ഫ്രണ്ട്സ് ആകാം, നിങ്ങളുടെ പാരൻസ് ആകാം, ആരും ആയിക്കോട്ടെ. ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക. എനിക്കിങ്ങനെ പ്രശ്നത്തിൽ ഞാൻ പെട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ആലോചിക്കും, എൻ്റെ ഫെയിം അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം, എൻ്റെ ഇതെന്നൊക്കെ നമ്മൾ ആലോചിക്കും. ഇതിപ്പോൾ പറഞ്ഞാൽ അവരെന്ത് ചിന്തിക്കും? ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് ആ സ്റ്റുഡൻസിനുള്ളത്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ആക്കിയാൽ അതായത് ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ കമ്പാരിസൺ വരുന്നുണ്ട്, ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ് മെയിൻ. ഒരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് തെറ്റായി പോവോ, അവർ ഇന്നെങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ളതാണ്. ജസ്റ്റ് കീപ്പ് ഇറ്റ് അവേ. അത് മാറ്റി വെക്കുക. നിങ്ങൾ പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ അതിന് കരകയറാനാണ് നമ്മൾ നോക്കേണ്ടത്, അതിൽ കിടന്ന് കറങ്ങാനല്ല. അപ്പം അങ്ങനെ റിക്കവർ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ സം വൺ. ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആരാണോ അവരുടെ അടുത്ത് പോയി ഷെയർ ചെയ്യാം. അത് തോന്നി ആരടുത്തെങ്കിലും പോയി ഷെയർ ചെയ്യരുത്. സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയി ഷെയർ ചെയ്യരുത്. നമുക്ക് സൊല്യൂഷൻ കിട്ടും എന്നറിയുന്ന ആളുകളുടെ അടുത്ത് പോയി ഷെയർ ചെയ്യാം. ഓക്കെ, ഇതെനിക്കിവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും. അല്ല, വാ നമുക്ക് ഇതനുസരിച്ച് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഡ്രഗ്സിൽ പെട്ടുന്ന ഒരാൾ, ഡ്രഗ്സ് അടിക്കുന്ന ഒരാളോട് തന്നെ പോയി പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഡ്രഗ്സിൽ പെട്ടിട്ടുണ്ട്, എനിക്ക് റിക്കവർ ആവണം. അപ്പം ചിലപ്പോൾ അയാൾ എന്തായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക, വാ നമുക്ക് കുറച്ചുകൂടി അടിക്കാമെന്നായിരിക്കും. അങ്ങനത്തെ ആളുകളല്ല നമുക്ക് വേണ്ടത്. നമ്മൾ അതിൽ നിന്ന് കര കയറ്റുന്ന ആളുകളെ നമ്മൾ കണക്ട് ചെയ്യണം. അങ്ങനെയുള്ള മെൻറ്റേഴ്സിനെ കണക്ട് ചെയ്ത്, സൈക്കോളജിസ്റ്റുമാരെ കണക്ട് ചെയ്ത്, കൺസൾട്ടൻസി എടുത്തിട്ട് എന്ത് ചെയ്യുക, തെറാപ്പി എടുത്തിട്ട് ഹെൽപ്പ് സീക്ക് ചെയ്യുക. എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എനിക്കിതിൽ നിന്ന് റിക്കവർ ആകണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം. അവിടെ നമ്മുടെ റെപ്യൂട്ടേഷൻ, നമ്മൾ അതാണ് ഇതാണ് എന്നുള്ളതൊന്നുമല്ല. ഞാൻ സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ ഇപ്പോൾ പാരൻസ് എന്ത് ചിന്തിക്കും, പാരൻസ് ചിന്തിക്കും എന്നുള്ളതല്ല. നമുക്കതിന് റിക്കവർ ആവണം. നമ്മുടെ ബാക്കിയുള്ള സെൽഫിൽ നമുക്ക് പുറത്തു കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യണം, നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്പൺ മുട്ടേണ്ടി വരും, ഒരു ഡോർ മുട്ടേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടൻസി എടുക്കുക, നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് എടുക്കുക. നമ്മൾ എവിടെയാണോ നമ്മൾ ഓപ്പൺ അപ്പ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അവിടെ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ.